ഈ റംസാന് സ്പെഷ്യലായിട്ടൊരു മുട്ട നിറച്ചതിൻ്റെ റെസിപ്പി കണ്ടാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട നിറച്ചതാണ്. അതിന് ആദ്യം നമ്മൾ 2 ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഉപ്പിട്ട് വേവിച്ച് നല്ലതുപോലെ ഉടച്ചെടുക്കുക. അതിലേക്ക് ഒരു ചെറിയ സവാള, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയില, കൂടാതെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 5-6 ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അതിനുശേഷം ഒരു മുട്ട എടുക്കുക. മുട്ട എടുത്തതിന് ശേഷം ഈ മിക്സ് എല്ലാം ഈ മുട്ടയിൽ നമ്മളൊന്ന് നിറച്ച് കൊടുക്കണം. മുട്ട നടുക്ക് വെച്ചിട്ട് അതൊന്ന് നിറച്ച് കൊടുക്കുക. ഈ ഒരു നിറച്ച് കൊടുക്കുന്ന ടാസ്ക്കാണ് ഇതിൽ ഇച്ചിരി എന്താണ് കട്ടിയുള്ള പണിയെന്ന് പറയുന്നത്. അതല്ലാതെ ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്താൽ നല്ലതുപോലെ ആയി കിട്ടും. ബാക്കിയുള്ള ഭാഗത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ മസാല എടുത്ത് അതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല ഓവൽ ഷേപ്പിൽ വേണം നമുക്കിതൊന്ന് ആയി കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്തില്ല, അതിനകത്തും കൂടെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫില്ല് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ല കറക്റ്റ് ഓവൽ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയൊന്നും കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ കവർ ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ പൊടിയാണ്. 3 ബ്രെഡ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഓരോ ബോളും എടുത്ത് ബ്രെഡ് പൊടിയിലൊന്ന് മുക്കിയെടുക്കുക. 2-3 തവണ നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മളിത് മൈദയുടെ മിക്സിനകത്തോ അതല്ലെങ്കിൽ മുട്ടയുടെ മിക്സിനകത്തോ ഒന്നും മുക്കിയെടുക്കുന്നില്ല. ബ്രെഡിൽ മാത്രമേ നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് 2-3 തവണ കോട്ട് ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ എല്ലായിടത്തും ഒന്ന് ഈവനായിട്ട് പറ്റിയിരിക്കത്തില്ല. ഇനി നമ്മൾ നല്ല തിളച്ച എണ്ണയിലിട്ട് ഓരോന്നും ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു 30 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഹാർഡായിട്ട് മറിച്ചിട്ട് കൊടുക്കൽ, വളരെ സോഫ്റ്റായിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. അങ്ങനെ ഹാർഡായിട്ട് മറിച്ചിട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് വിണ്ട് കയറിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റംസാൻ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. റംസാന് മാത്രമല്ല അല്ലാത്തപ്പോഴും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യുന്നത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.